കെ മുരളീധരൻ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് സ്വന്തമായി മേൽവിലാസമുണ്ടാക്കിയിട്ടുള്ള ആളാണ്. ലീഡർ കരുണാകരൻ്റെ മകനാണ്. പത്മജ വേണുഗോപാലിൻ്റെ സഹോദരനാണ്, അല്ലെങ്കിൽ തിരിച്ച് ഇദ്ദേഹത്തിൻ്റെ സഹോദരിയാണ് പത്മജ വേണുഗോപാൽ, അങ്ങനെ പറഞ്ഞാലും മതി. KPCCയുടെ പ്രസിഡൻ്റായിരുന്നു, വൈദ്യുതി മന്ത്രിയായിരുന്നു, ഇലക്ഷനിൽ പല പ്രാവശ്യം നിന്ന് ജയിച്ചു, തോറ്റു, പലതും സംഭവിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് MLA ആയിരുന്നു, തൃശ്ശൂരിൽ MP ആയിരുന്നു. തൃശ്ശൂരിൽ അവസാനം സുരേഷ് ഗോപിയോട് തോറ്റു. അതിന് മുമ്പേ കഴിഞ്ഞ ഇലക്ഷനിൽ വന്ന് തിരുവനന്തപുരത്ത് നിന്ന് നേമത്ത് നിന്ന് രാജിവെച്ച ഇവിടെ കുമ്മനം രാജശേഖരനും നേമം ശിവൻകുട്ടിയൊക്കെ നിന്നപ്പോൾ കുമ്മനത്തിന് തോപ്പിച്ചെടുക്കാം എന്നിട്ട് ജയിക്കാമെന്നുള്ള നിലയിൽ തിരുവനന്തപുരത്ത് വന്നു. പക്ഷേ അവിടെ ശിവൻകുട്ടിയാണ് ജയിച്ചത്, LDFൻ്റെ CPMൻ്റെ. അങ്ങനെ തോറ്റ് ഇതൊക്കെ നിൽക്കുന്ന സമയത്താണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ അദ്ദേഹം വളരെ വലിയ സേവന പ്രവർത്തനങ്ങളൊക്കെ നടത്തി റെഡിയായി നിൽക്കുകയായിരുന്നു, ആ സ്ഥാനാർത്ഥിയാകും എന്നുള്ള നിലയിൽ. അതിന് വേറൊരു കാര്യം കൂടെ വന്നിരുന്നു, ഒരു അണിയറ വർത്തമാനം കൂടെ നമ്മൾ കേട്ടിരുന്നു. വൈഷ്ണവ സുരേഷിനെ നേമത്ത് നിർത്തും. അപ്പോൾ വൈഷ്ണവ സുരേഷിനെ നേമത്ത് നിർത്തിയാൽ തോറ്റുപോകും. ആ തോക്കുന്നതിന് ഉള്ളൊരു പ്രത്യുപകാരമായിട്ട് മുരളീധരനെ ജയിപ്പിക്കുക. അപ്പോൾ മുരളീധരനെ BJP ഇവിടെ ജയിപ്പിക്കും. വട്ടിയൂർക്കാവിൽ വൈഷ്ണവ സുരേഷിനെ നിർത്തി, ചാവേറിനെ പോലെ വൈഷ്ണവ സുരേഷിനെ നിർത്തി നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കും. ഈ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നപ്പോഴാണ് ഇപ്പോഴിതാ മറ്റൊരു കാര്യം കേൾക്കുന്നു, കെ മുരളീധരൻ മത്സരിക്കുന്നില്ല. അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ BJP ആണോ എന്നൊരു സംശയം ഉടലെടുത്തിട്ടുണ്ട്. കാര്യം സഹോദരി BJP പോയി, കെ മുരളീധരന് അർഹമായ ഒരു സ്ഥാനം കിട്ടുന്നില്ല എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും മുനീർ സാഹിബും അവരെല്ലാം കൂടി നിർബന്ധിച്ചിട്ടും അവരുടെ ഒരു സീറ്റ് വേണമെങ്കിൽ കൊടുക്കാം, ഷുവർ സീറ്റ് വേണമെങ്കിലും കൊടുക്കാം, മലപ്പുറത്തുള്ള ഷുവർ സീറ്റ് മുരളീധരന് കൊടുക്കാം. കാരണം മുരളീധരൻ തൃശ്ശൂർക്കാരനാണ്, സ്വാഭാവികമായിട്ട് മലപ്പുറത്ത് നിന്നാലും ജയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മലപ്പുറത്തുള്ള ഏതെങ്കിലും ഷുവർ സീറ്റ്, UDFന് മുൻതൂക്കമുള്ളൊരു സീറ്റ് കൊടുക്കാം എന്ന് ലീഗ് പറഞ്ഞിട്ടും കെ മുരളീധരൻ മത്സരിക്കുന്നില്ല. ഇനി കെ മുരളീധരൻ BJPയിലേക്ക് പോകുമോ, ഗവർണറാകുമോ, അതോ BJPയുടെ വളരെ വലിയൊരു നേതാവാകുമോ, അതോ ഇനി BJPയുടെ ഭാഗമായിട്ടുള്ള മത്സരത്തിലേക്ക് കെ മുരളീധരൻ പോകുമോ എന്നൊരു ചോദ്യം വളരെ കൃത്യമായി പൊളിറ്റിക്കൽ ഫീൽഡിൽ കറങ്ങുന്നുണ്ട്. എന്തായാലും കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് BJP പോകുന്നതിന് വേറെ തടസ്സമൊന്നുമില്ല. കാരണം BJP ഒരു ഹിന്ദു പാർട്ടി എന്നുള്ള നിലയിൽ അദ്ദേഹം ഹിന്ദുവാണ്, സഹോദരി അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് വേറെ തടസ്സമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ മുസ്ലിമും ക്രിസ്ത്യാനികളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി 2 വട്ടമൊക്കെ ആലോചിക്കണമെന്ന് പറയാം. മുസ്ലിമൊക്കെ ആണെങ്കിൽ പലവട്ടം ആലോചിക്കണമെന്ന് പറയാം. ഹിന്ദു മെജോറിറ്റി ഉള്ളൊരു പാർട്ടിയിൽ അല്ലെങ്കിൽ സംഘപരിവാറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടിയിൽ പോകണമെന്നൊക്കെ മുസ്ലിങ്ങൾ ചിലപ്പോൾ പലവട്ടം ആലോചിക്കുമായിരിക്കും. പക്ഷേ ഇത് അങ്ങനത്തെ ചിന്തകളുടെ ഇതൊരു ആവശ്യമില്ല. തികഞ്ഞ വിശ്വാസിയാണ്. തീർച്ചയായിട്ടും കെ മുരളീധരൻ BJPയിലേക്ക് പോകയാൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ്. ആദ്യമായിട്ടാണ് ഈ ന്യൂസ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ മാനസാന്തരം മുരളീധരന് വന്നിരിക്കുന്നത് നമുക്കറിയില്ല. എന്തായാലും അദ്ദേഹം കോൺഗ്രസിൽ മത്സരിക്കുന്നില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നാളെ മനസ്സ് മാറി എല്ലാവരും കൂടി നിർബന്ധിച്ച് അണ്ണാ ചേട്ടാ വാ എന്ന് പറഞ്ഞ് മത്സരിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. എന്തായാലും അദ്ദേഹം മനസ്സ് മടുത്തു, ഒരു മൂഡില്ല ഒരു മത്സരത്തിനെന്ന് പറയുന്നു. ആ മൂഡില്ലായ്മ BJP മൂടാക്കി മാറ്റുമോ?